നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൽദായ സുറിയാനി സഭയുടെ മുൻ മെത്രാപ്പോലീത്ത മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പാലേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പുതുക്കാട് മേഖലാ സമ്മേളനം കർഷക സംഘം കൊടകര ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പന്നൂർ യൂണിറ്റിന്റെ 54ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൽദായ സുറിയാനി സഭയുടെ മുൻ മെത്രാപ്പോലീത്ത മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. ദീർഘകാലം കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പോലീത്തയായി സേവനമനുഷ്ഠിച്ച മാർ അപ്രേം തിങ്കളാഴ്ച രാവിലെ 9:40 കാലം ചെയ്തത്. തൃശൂരിലെ സഭാ ആസ്ഥാനത്താണ് അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലിരിക്കെയാണ് അന്ത്യം. 1940 ജൂൺ 13 തൃശൂരിൽ ജനിച്ച ഗീവർഗീസ് മൂക്കനാണ് പിന്നീട് മാർ അപ്രേം മെത്രാപ്പൊലീത്തയായി സഭയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നത്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ന്യൂയോർക്കിലെ സെറാംബൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിക്കൽ ബിരുദവും സമ്പാദിച്ചു. സെമിനാരി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. 1965 ജൂൺ 13 പട്ടം സ്വീകരിച്ചു. തുടർന്ന് സ്തുത്യർഹമായ സേവനം കണക്കിലെടുത്ത് 3 വർഷത്തിനുള്ളിൽ മെത്രാപ്പൊലീത്തയായി സ്ഥാനാരോഹണം ചെയ്യുകയായിരുന്നു. 1968 സെപ്റ്റംബർ 29 മാർ അപ്രേം മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റെടുത്തത്. നർമ്മരസം തുളുമ്പുന്ന പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ ആകർഷിക്കാനുള്ള മെത്രാപ്പൊലീത്തയുടെ കഴിവ് ശ്രദ്ധേയമായിരുന്നു. മാർ അപ്രേമിന്റെ 64 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 57 വർഷം ഭാരതസഭയെ നയിച്ചു. ക്രൈസ്തവ ചരിത്ര വിജ്ഞാന ലോകം എന്ന് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി അദ്ദേഹം പേരെടുത്തിരുന്നു. സഭയുടെ അഭിമാനമായ ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പൊലീത്തയുടെ അവസാനത്തേതും 78ാമത്തേതുമായ ഗ്രന്ഥം ആത്മീയ സഞ്ചാരി തന്റെ ജീവചരിത്ര പുസ്തകമായിരുന്നു. 2023 മാർച്ച് 10 ഇത് പ്രകാശനം ചെയ്തത്. തൃശൂരിലെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം അസാമാന്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മെത്രാപ്പൊലീത്ത പദവിയിൽ 54 വർഷത്തിലേറെ സഭയിൽ സേവനമനുഷ്ഠിച്ചു. കാലം ചെയ്ത മാർ അപ്രേമിന്റെ ഭൗതികദേഹം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാർത്തമറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിനു വയ്ക്കും. വ്യാഴാഴ്ച രാവിലെ 7 കുർബാനയും 10 ശുശ്രൂഷയും 11 നഗരി കാണിക്കൽ, ഉച്ചയ്ക്ക് 1 കുരുവിളയച്ചൻ പള്ളിയിൽ സംസ്കാര ശുശ്രൂഷയും നടക്കും. ഉച്ചതിരിഞ്ഞ് 3 അനുശോചന സമ്മേളനവും നടക്കും. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പാലേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലൂരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്നുവിട്ടു. മുദ്രാവാക്യം വിളിച്ച് ടോൾ പ്ലാസയിൽ പ്രവേശിക്കാനൊരുങ്ങിയ പ്രവർത്തകരെ നേതാക്കൾ അനുനയിപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത, CL ജോയ്, CT ജോഫി, CR വത്സൻ, ജെയ്സൺ മാണി, ഷൈജു ബഷീർ, പോൾ M ചാക്കോ, ഗോപിനാഥൻ തട്ടാട്ട, യൂജിൻ മൊറേലി തുടങ്ങിയവർ പ്രസംഗിച്ചു. VS പ്രിൻസ്, TA രാമകൃഷ്ണൻ,
MR രഞ്ജിത, PK ഡേവിഡ്, PK ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻകരുതലുകളില്ലാതെ, ക്രമീകരണങ്ങളില്ലാതെ ഒച്ചിഴയുന്ന വേഗത്തിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരെ അനുദിനം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ ടോൾ പ്ലാസയിൽ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ വർഷങ്ങളായി ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. റോഡ് പണിയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, പരിഹാരങ്ങൾ ഉണ്ടായിട്ട് വേണം. അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർച്ച് ഇവിടേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോട്, ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അത് നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിക്കൊണ്ട് ഈ ടോൾ പ്ലാസയിലേക്ക് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. ലക്ഷ്മി ദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് അപകടം നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. പുലർച്ചെ ജോലിക്കാരില്ലാത്ത സമയമായതിനാൽ തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പകൽ സമയത്ത് 15 തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. 120 അടിയോളം ഉയരമുള്ള പുകക്കുഴലിന്റെ 90 അടിയോളം ഉയരത്തിൽ തകർന്നു വീണത്. 20 അടിയിലേറെ ഉയരത്തിൽ മാത്രമാണ് ചൂളയുടെയും പുകക്കുഴലിന്റെയും ഭാഗങ്ങൾ അവശേഷിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം, വില്ലേജ്, പോലീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, സെക്രട്ടറി VV പ്രതീഷ്, വില്ലേജ് ഓഫീസർ ആന്റണി ജോസഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കമ്പനി കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കാൻ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. റിപ്പോർട്ട് വരുന്നതുവരെ കെട്ടിടത്തിൽ മുൻകരുതലോടെ പ്രവർത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 55 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 2 നിലകളുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. താഴത്തെ നിലയിൽ വരാന്ത, വെയിറ്റിംഗ് റൂം, ലാബ്, കൺസൾട്ടേഷൻ റൂം, ഇമ്മ്യൂണൈസേഷൻ റൂം, ഡ്രസ് ചേഞ്ചിംഗ് റൂം, ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളും 1-ാം നിലയിൽ താമസിക്കാനുള്ളൊരു മുറിയും ഒരുക്കിയിട്ടുണ്ട്. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. പുതിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ യോഗത്തിൽ ചുമതലയെടുത്തു. UDF നിയോജക മണ്ഡലം ചെയർപേഴ്സൺ KL ജോസ്, DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി, ഡേവി സക്കര, P ഗോപാലകൃഷ്ണൻ, സുധൻ കാറയിൽ എന്നിവർ പ്രസംഗിച്ചു. കേരള കർഷക സംഘം പുതുക്കാട് മേഖലാ സമ്മേളനം കർഷക സംഘം കൊടകര ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പുതുക്കാട് മേഖലാ പ്രസിഡന്റ് MJ ജോസഫ് അധ്യക്ഷനായിരുന്നു. MK വിനോദ്, KL സുരേഷ്, PG ഷാജി, മേഖലാ സെക്രട്ടറി അൽജോ പുളിക്കൻ, AC സുബീഷ്, PV മണി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KL സുരേഷ്, സെക്രട്ടറിയായി PV മണി, ട്രഷററായി MJ ജോസഫ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. മുരിയാട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച 11-ാം വാർഡ് ഊരകം കോമ്പാറ ഈസ്റ്റ് കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം മനീഷ മനീഷ് അധ്യക്ഷത വഹിച്ചു. 30-ൽ പരം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ചെറുകിട മിനി കുടിവെള്ള പദ്ധതിയാണിത്. ചടങ്ങിൽ പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം ബിജു പോട്ടോക്കാരൻ, ഗുണഭോക്തൃ സമിതി പ്രസിഡന്റ് TD റോയ്, സെക്രട്ടറി ലളിത പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. 8 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് മിനി കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമാക്കിയത്.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ 54ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പാണ്ടാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ, ജില്ലാ യൂത്ത് പ്രസിഡന്റ് പ്രതീഷ് പോൾ, മണ്ഡലം ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, യൂണിറ്റ് സെക്രട്ടറി PL റെജി, ട്രഷറർ ജയകുമാർ, വൈസ് പ്രസിഡന്റ് റിജോ ഫ്രാൻസിസ്, രക്ഷാധികാരി ആന്റണി തയ്യാലക്കൽ, മർക്കന്റൈൽ ട്രസ്റ്റ് പ്രസിഡന്റ് സുധീർ പെരുമറത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് വായനാ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രതി ബാബു അധ്യക്ഷയായിരുന്നു. എഴുത്തുകാരി ശ്രീജ നടുവം ചടങ്ങിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, ഹിമാദാസൻ, സെക്രട്ടറി ഇൻചാർജ് MA അനൂപ്, ലൈബ്രറിയൻ CG അനു എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷ മുന്നണിയുടേത് തെറ്റായ ജനദ്രോഹ നയങ്ങളാണെന്ന് ആരോപിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും NCP തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ജോൺ വട്ടക്കുഴിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ രാജിവെച്ച് കേരള കോൺഗ്രസിൽ ചേർന്നു. ജോൺ വട്ടക്കുഴി മുൻ പഞ്ചായത്ത് മെമ്പറും ദളിത് വിഭാഗം ജില്ലാ പ്രസിഡന്റുമായിരുന്ന PC കറപ്പൻ, നിയോജക മണ്ഡലം സെക്രട്ടറി ജോണി പുതുശ്ശേരിപ്പടി, മഹിളാ വിഭാഗം നേതാവ് NS പവിത്ര എന്നിവർ തൃശൂർ ടൗൺ ഹാളിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് വികസന സമിതിയും ചാലക്കുടി ലൈഫ് കെയർ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ ഹൃദ്രോഗ പരിശോധന വിമല ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിക്കുളങ്ങരയിൽ വെച്ച് നടത്തി. പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ അടക്കമുള്ള മികച്ച ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 8ാം പഞ്ചായത്ത് അംഗം KR ഔസേബ, വാർഡ് വികസന സമിതി അംഗങ്ങളായ ബെന്നി ഐപ്പംപറമ്പിൽ, ആശാവർക്കർ സുജാത ശശി, CDS നിത്യ ബിജു, വാസന്തി, സൗമ്യ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര അഴകം യുവജന സംഘം വായനശാല K ദാമോദരൻ അനുസ്മരണവും കവിയരങ്ങും സംഘടിപ്പിച്ചു. ചാലക്കുടി കാർമൽ സ്കൂൾ അധ്യാപിക ബീന സതീഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷനായി. അനുസ്മരണത്തിന് ശേഷം ഹൃദ്യമായ കവിയരങ്ങ് നടന്നു. അജിത സുരേഷ്, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം V കുമാരി എന്നിവർ പ്രസംഗിച്ചു. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയിലെ വായനാ പക്ഷാചരണം സമാപിച്ചു. കേരള ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് സെക്രട്ടറി NS വിദ്യാധരൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KV ഷൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം EH സഹീർ, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃത്വ സമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി PS അംബുജാക്ഷൻ, PS സുരേന്ദ്രൻ, KR ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ആനന്ദ കലാസമിതിയുടെ ആദ്യകാല സെക്രട്ടറിയായിരുന്ന സീതാരാമൻ എമ്രാന്തിരിയുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അഥവാ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സേവനങ്ങളും ടൂറിസം മാനേജ്മെന്റ് രംഗത്തുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ നടത്തുന്നതാണ്. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിനു സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7014449076. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുധീരേട്ടാ, കഥക് ചവിട്ടി പൊളിച്ചു വന്നാലും ശരി, ഇത് നിങ്ങളുടെ കുടുംബത്തിലെ കല്യാണാണേ. ഞാൻ ഒരുങ്ങി തീർന്നേ വരും. ഗോൾഡ് ഒരു സമ്പാദ്യം കൂടിയാണല്ലോ. പിന്നല്ലാതെ. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,010 രൂപ, പവന് 72,080 രൂപ. മറ്റത്തൂർ തേവർപ്പാടം നമ്പലൻ വിജയൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 വീട്ടുവളപ്പിൽ. ഭാര്യ ലളിത
വിജിത, വിനയൻ എന്നിവർ മക്കളും ഭാസി, നിമ്മി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൽദായ സുറിയാനി സഭയുടെ മുൻ മെത്രാപ്പോലീത്ത മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പാലേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പുതുക്കാട് മേഖലാ സമ്മേളനം കർഷക സംഘം കൊടകര ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പന്നൂർ യൂണിറ്റിന്റെ 54ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.